മൻമോഹൻ സിംഗിന്റെ വസതിക്ക് മുൻപിൽ നിന്ന് അനൂപ് ദാസ് കൂടിയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. അനൂപ്, ഒരു പക്ഷേ പ്രതീക്ഷിച്ചിരുന്നതായിരിക്കാം ഈ ഒരു വസ്തുത അംഗീകരിക്കുന്നതിന്റെ ഒരു സമയം കൂടിയായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനാവുന്ന വിവരങ്ങൾ എങ്ങനെയാണ്, മറ്റു ക്രമീകരണങ്ങളും? അക്ഷയ, മൻമോഹൻ സിംഗിന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ ഡൽഹി പോലീസ് ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നാളെ ഇവിടേക്ക് ഒരുപക്ഷെ എത്താൻ സാധ്യതയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളുണ്ട്. മൻമോഹൻ സിംഗിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആളുകൾക്ക് എവിടെയാണ് അവസരം ഒരുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വവും സർക്കാരും എല്ലാം കൂടി ആലോചിക്കുന്നേ ഉള്ളൂ. പക്ഷേ അതിന് മുൻപ് തന്നെ ഇവിടെ മൻമോഹൻ സിംഗിന്റെ വീടിന് മുന്നിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ. നിരവധി വണ്ടികൾ, ഡൽഹി പോലീസ് സേന അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തി തുടങ്ങുന്നേ ഉള്ളൂ. പ്രധാനപ്പെട്ട ആളുകളായും എത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ബംഗളൂരുവിലാണ്, ബലഗാവിയിലാണ്. അവിടെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിലേക്ക് തിരിക്കാൻ ആലോചിക്കുകയാണ്. ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് പൊതുദർശനം, സംസ്കാര ചടങ്ങ് എങ്ങനെയായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് നേതൃത്വത്തോടു കൂടി ആലോചിച്ചിട്ടേ സർക്കാർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. എന്തായാലും മൻമോഹൻ സിംഗിനെ കുറിച്ച് ഈ ജൻപത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ നിന്ന് നമ്മൾ ഏറ്റവും അവസാന സമയത്ത് സംസാരിക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം